നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. അപ്പനും എൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ഞങ്ങളും
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 51 സങ്കീർത്തനം 10 വാക്യം, അതിനെ തുടർന്ന് 14 വാക്യം. 10 വാക്യം: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. 14 വാക്യം: എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. 12 വാക്യം: നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. നാഥാൻ പ്രവാചകൻ്റെ വായിൽ കൂടി ജീവനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ടപ്പോൾ ദാവീദ് കുറ്റബോധത്തോടെ, പാപബോധത്തോടെ, തകർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അനുതാപത്തിൻ്റെ പ്രാർത്ഥന, ഉള്ളം തകർന്ന പ്രാർത്ഥന, അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന പ്രാർത്ഥന, അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുന്ന പ്രാർത്ഥന. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിർമ്മലമായൊരു ഹൃദയം. സ്നേഹിതരെ, നിർമ്മലമായ ഹൃദയം, ശുദ്ധ ഹൃദയം. അനേകരുടെ ഹൃദയം കല്ലിച്ച ഹൃദയമാണ്. അനേകരുടെ ഹൃദയം വജ്രഹൃദയമാണ്. അനേകരുടെ ഹൃദയം തഴമ്പിച്ച ഹൃദയമാണ്. അനേകരുടെ ഹൃദയം 2 ആശയഗതികൾ പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഭിന്നിച്ച ഹൃദയമാണ്. ഇതെല്ലാം ബൈബിളിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹോശേയ പ്രവാചകൻ പറയും, ഭിന്നിച്ച ഹൃദയം, മറിച്ചിടാത്ത ദോശ. ദോശയുടെ ഒരു വശം വെന്തു, മറ്റേ വശം വേകുന്നില്ല, മറിച്ചിടുന്നില്ല. ഒരു വശം അത് വെന്ത് കരിയുന്നു, മറിച്ചിടുന്നില്ല, കരിഞ്ഞു പോകുന്നു, ഉപയോഗശൂന്യമായി പോകുന്നു. മറ്റേ വശമോ അത് വേകുന്നു പോലുമില്ല, അത് മറിച്ചിട്ടിട്ടില്ല. 2 വശവും പ്രയോജനമില്ല. എഫ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു അവരുടെ ഭിന്നിച്ച ഹൃദയം. ഭിന്നിച്ച ഹൃദയം എന്നാണ് ഹോശേയ പ്രവാചകൻ പറയുന്നത്. ഭിന്നിച്ച ഹൃദയം, ഡുവൽ പേഴ്സണാലിറ്റി, ദ്വയാത്മകമായ ഹൃദയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം എങ്ങനെയാണ്? വഞ്ചനപ്പെട്ട ഹൃദയം, വഞ്ചിക്കപ്പെട്ട ഹൃദയം എന്ന് യിരെമ്യാവ് പറയും. വഞ്ചിക്കപ്പെട്ട ഹൃദയം, സത്യാവസ്ഥ തിരിച്ചറിയാതെ പൈശാചികൻ വഞ്ചിച്ചിരിക്കുന്ന ഹൃദയം. പലതരത്തിലുള്ള ഹൃദയങ്ങളുണ്ട്. എല്ലാം സാത്താൻ അവകാശം പറയുന്ന ഹൃദയമാണ്. കല്ലിച്ച ഹൃദയം, വജ്രഹൃദയം, ഭിന്നിച്ച ഹൃദയം, വഞ്ചിക്കപ്പെട്ട ഹൃദയം, പലതരത്തിലുള്ള ഹൃദയം. എന്നാലോ ദാവീദോട് പറയുന്നു, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. കർത്താവേ, എൻ്റെ പാപം എൻ്റെ പ്രവൃത്തിയിലേക്ക് വന്നു, അതിനു മുൻപ് എൻ്റെ കണ്ണിലെ നോട്ടത്തിൽ വന്നു, അതിനു മുൻപ് എൻ്റെ മനോഭാവത്തിലെ അലസതയിൽ വന്നു. പക്ഷേ അതിനെല്ലാം കാരണം എൻ്റെ ഹൃദയത്തിൽ വന്ന മാലിന്യമാണ്. ഹൃദയം മലിനപ്പെട്ടു പോയി. പ്രവൃത്തിയിലെ മഹാഭാവത്തിലേക്ക് വരുന്നതിന് മുൻപ് ഹൃദയം മലിനപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയം ശുദ്ധമാകുക. പ്രസംഗിക്കാൻ എന്ത് എളുപ്പമാണല്ലേ? ഹൃദയം ശുദ്ധമാവുക. എന്ത് സുന്ദരമായ വാക്കാണ് പ്രിയപ്പെട്ടവരെ. ഏറെ പ്രയാസമുള്ള കാര്യമാണ്. ഇന്ന് ഹൃദയത്തിൻ്റെ അശുദ്ധി കണ്ടു, ഹൃദയത്തിൻ്റെ ചിന്താഗതിയിലുള്ളതായ പാകപ്പിഴ കണ്ടു. പക്ഷേ അത് ഏറ്റുപറഞ്ഞു, ശരി. പക്ഷേ നാളെ വേറൊരു ഭാവം കർത്താവ് കാണിച്ചു തരും. ദൈവം കരുണയല്ലേ? നമ്മളെ കഴുകി വെടിപ്പാക്കാൻ, നമ്മളെ വിശുദ്ധീകരിക്കാൻ, നമ്മളെ വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കാൻ കരുണയുള്ള കർത്താവ് പിന്നെയും നമ്മിൽ ആഴത്തിൽ ശുദ്ധീകരണം തന്നുകൊണ്ടിരിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിരെന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഹൃദയം ശുദ്ധമാകുക. ദാവീദ് അതാണ് പ്രാർത്ഥിച്ചത്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ പുതുക്കണമേ. ഇനി ഈ ആത്മാവിനിൽ നഷ്ടപ്പെട്ടു പോകല്ലേ. കർത്താവേ, നിൻ്റെ ആത്മാവിനെ എനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള റൂഹ എന്നെ താങ്ങുമാറാകണമേ. കർത്താവെ, രക്തപാതകത്തിൽ നിന്നെ വിടുവിക്കണമേ. ഞാൻ ആ ഊരിയാവിനെ കൊന്നുപോയി കർത്താവെ. മറ്റാരും അറിഞ്ഞില്ല. ആ യോവാ പറഞ്ഞു, വേറെ ആരും അറിഞ്ഞില്ല. സൈന്യനായകനായ യോവാ പറഞ്ഞു, ആ പടത്തലവൻ അറിഞ്ഞു.
പക്ഷെ ആരും അറിഞ്ഞില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഊരിയാവിനെ കൊന്നു. എൻ്റെ കർത്താവെ, അവനെ കൊലയ്ക്ക് കൊടുത്തത് ഞാൻ തന്നെയാണ്. രക്തപ്പക എൻ്റെ കയ്യിലിരിക്കുന്നു, രക്തപാതകത്തിൻ്റെ കറ എൻ്റെ കയ്യിലിരിക്കുന്നു. ദൈവമേ, ഞാൻ വാളെടുത്തില്ല, ഞാൻ വാളുകൊണ്ട് വെട്ടിയില്ല. ഊരിയാവ് വെട്ടേര് ചാകുമ്പോൾ ആ പ്രദേശത്ത് പോലും ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഈ കൊട്ടാരക്കെട്ടിലാണ്. എങ്കിലും കർത്താവെ, ആ രക്തത്തിൻ്റെ പക എൻ്റെ കയ്യിലിരിക്കുന്നു. രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദാവീദ് പറഞ്ഞത് എന്താണ്? കർത്താവെ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. ദാവീദ് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷം നഷ്ടപ്പെട്ടു. രാജകൊട്ടാരമുണ്ട്, പക്ഷേ സന്തോഷമില്ല. രക്ഷയുടെ സന്തോഷമില്ല. ഭൗതിക സന്തോഷങ്ങളുണ്ട്. ബത്ശേബയുണ്ട്, ഭാര്യയുണ്ട്. വെറേയുണ്ട് ഭാര്യമാര്. ശൗൽ രാജാവിൻ്റെ മകളായ മീഖളുണ്ട് ഭാര്യയായിട്ട്. അബീഗയിലുണ്ട് ഭാര്യയായിട്ട്. സുന്ദരിമാരായ ഭാര്യമാരുണ്ട്. കൊട്ടാരക്കെട്ടുകളും അന്തഃപുരങ്ങളും ഉണ്ട്. രാജധാനികളുണ്ട്. എന്താണ് പദവിക്ക് കുറവ്? എല്ലാം ഉണ്ട്, പക്ഷേ രക്ഷയുടെ സന്തോഷം മാത്രമില്ല. സ്നേഹിതരെ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം ചോദിക്കട്ടെ, രക്ഷയുടെ സന്തോഷം നിങ്ങൾക്കുണ്ടോ? പല സന്തോഷങ്ങൾ നിങ്ങൾക്കുണ്ട്, പല സന്തോഷങ്ങൾ. പൈസയുള്ളതിൻ്റെ സന്തോഷമുള്ളവരുണ്ട്. ബിസിനസ് വെച്ചടി കയറുന്നതിൻ്റെ സന്തോഷമുള്ളവരുണ്ട്. ആരോഗ്യ തികവിൻ്റെ സന്തോഷത്തിൽ ആമോദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഔദ്യോഗിക പ്രൗഢിയിൽ പ്രമോദിക്കുന്നവരുണ്ട്. അധികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ അഭിമാനം കൊള്ളുന്നവരുണ്ട്. സ്നേഹിതരെ, രക്ഷയുടെ സന്തോഷമുണ്ടോ? ഉള്ളത്തിൽ സമാധാനമുണ്ടോ? ഹൃദയത്തിൽ സ്വസ്ഥതയുണ്ടോ? പുറമേയുള്ള ഭൗതികമായ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവരുണ്ട്. നിലംപരിയടങ്ങിൽ സന്തോഷിക്കുന്നവരുണ്ട്. സമ്പത്തിൽ സന്തോഷിക്കുന്നവരുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ അതിഥ്യകയിൽ കയറി നിന്ന് ആമോദിക്കുന്നവരുണ്ട്. ഉന്നതമായ കൊടുമുടിയിൽ കയറി നിൽക്കുന്നത് പോലെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർന്ന തലങ്ങൾ പ്രാപിച്ചതിൽ അഭിമാനം കൊള്ളുന്നവരും അഹങ്കരിക്കുന്നവരുമുണ്ട്. രക്ഷയുടെ സന്തോഷമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ ആടുകൾ നോക്കി നടന്നപ്പോൾ എനിക്കൊരു സ്വത്തുണ്ടായിരുന്നു, രക്ഷയുടെ സന്തോഷം ഉണ്ടായിരുന്നു. ആട്ടിൻ തൊഴുത്തിൽ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എനിക്കൊരു സമ്പത്തുണ്ടായിരുന്നു, അന്ന് രക്ഷയുടെ സന്തോഷം ഉണ്ടായിരുന്നു. ആടുകൾ പിറകെ ചെറിയ വടിയും വീശി കവണിയും മറുകയിൽ പിടിച്ചുകൊണ്ട് മൂളിപ്പാട്ടും പാടി ആ മലഞ്ചെരിവിലൂടെ നടക്കുമ്പോൾ എനിക്ക് രക്ഷയുടെ സന്തോഷം ഉണ്ടായിരുന്നു. അന്ന് ആഹാരം വേണ്ടത്ര കഴിക്കാനുണ്ടായിരുന്നില്ല. 8 മക്കളുള്ള പരാധീനമുള്ള പ്രാരബ്ധമുള്ളൊരു കുടുംബത്തിൽ ജനിച്ച എനിക്കുണ്ടോ വിശപ്പ് മാറാൻ ആഹാരം കിട്ടാനുള്ളൂ? ഞങ്ങളുടെ വീട് ദരിദ്രമായിരുന്നില്ലേ? എന്നാൽ എൻ്റെ ദൈവമേ, അന്ന് എനിക്കൊരു സ്വത്തുണ്ടായിരുന്നു, രക്ഷയുടെ സന്തോഷം ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാം ഉണ്ട്, ഭക്ഷണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ളതായ ഔന്നത്യങ്ങളും കിട്ടി, പക്ഷേ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. സ്നേഹിതരെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കണം. കർത്താവേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ. ഇന്ന് ഞാൻ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നുള്ള ഉറപ്പ് എനിക്ക് തരണമേ. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ സ്വർഗരാജ്യത്തിൽ എൻ്റെ നാഥൻ്റെ പാദം ചുംബിക്കാൻ, അവൻ്റെ പാദം മൊത്താൻ, അവൻ്റെ ആണിപ്പാടുള്ള പാദത്തിൽ വീഴാൻ ഞാൻ അവിടെ പറന്നു ചെല്ലും. ദൂതന്മാർ എന്നെ കൂട്ടിക്കൊണ്ടുപോകും. സ്വർഗീയ മാലാഖമാർ എനിക്ക് വേണ്ടി അയക്കുമെന്നുള്ള ഉറപ്പെനിക്ക് തരണമേ. എപ്പോൾ കടന്നുപോയാലും ദൈവരാജ്യത്തിലെത്തും എന്നുള്ള ധൈര്യം എനിക്ക് തരണമേ. ആ പ്രാഗൽഭ്യം എൻ്റെ സ്വത്താക്കി തരണമേ. മറ്റെല്ലാം മാറി മറഞ്ഞു പോകും. സമ്പത്തും വിദ്യാഭ്യാസവും ബന്ധുബലവും ചാർച്ചക്കാരും ഇന്നുള്ള സ്നേഹിതന്മാരും ഇന്നുള്ള കൂട്ടാളികളും ഇന്നുള്ള സഹായഹസ്തങ്ങളും എല്ലാം ശവക്കുഴി വരെ മാത്രം. എന്നാൽ ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മരണത്തിന് ശേഷം നിലനിൽക്കുന്ന രക്ഷയുടെ സൗഭാഗ്യം എനിക്ക് തിരികെ തരണമേ. അതാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. ദൈവമക്കളെ, എല്ലാം മാറി മറഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. 39-ാമത്തെ സങ്കീർത്തനത്തിലാണ് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. 39-ാം സങ്കീർത്തനം 4-ാം വാക്യം മുതൽ, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു,
ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതം നശ്വരമാണ്. മനുഷ്യ ജീവിതം ക്ഷണികമാണ്. നിലനിൽക്കുന്നത് നിത്യരക്ഷയാണ്. നിലനിൽക്കുന്നത് എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവനാണ്. നിലനിൽക്കുന്നത് ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ രാജ്യവുമാണ്. നിലനിൽക്കുന്നത് ക്രിസ്തുവിനോടുള്ളതായ ബന്ധത്തിൻ്റെ സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ സന്തോഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുക. കർത്താവേ, രക്ഷ എനിക്ക് തരണമേ, ശിക്ഷയിൽ നിന്ന് എനിക്ക് മോചനം തരണമേ, എന്നെ ശിക്ഷയുടെ കൊടിയ ഭീകരതയിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷയുടെ മഹാസന്തോഷത്തിലേക്ക് എന്നെ ആനയിക്കണമേ. ഇന്ന് ഈ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാഥാ, നിന്റെ രക്ഷ എന്നെ സന്ദർശിക്കണമേ. ഉദയം ഇന്ന് എന്നെ എതിരേൽക്കണമേ. സ്വർഗീയ രക്ഷയുടെ ഉദയം ഇന്ന് എന്നെ എതിരേൽക്കണമേ. നീതി സൂര്യന്റെ ഹൃദയത്തിൽ ഉദിക്കണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിപ്പീൻ. ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ തുടർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് ദാവീദ് പറഞ്ഞത്: ദൈവത്തിന്റെ ഹനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എൻ്റെ കർത്താവേ, എനിക്കൊരു കാര്യം മനസ്സിലായി. ഹനയാഗം നിനക്ക് ഇഷ്ടമാണെങ്കിൽ അർപ്പിക്കാമായിരുന്നു. ഇഷ്ടം പോലെ ആടുമാടുകൾ എനിക്ക് കണ്ട്, എത്ര എത്ര ഉരത്തതും കൊഴുത്തതും മുഴുത്തതും ആടുകളെ കൊണ്ടൊന്ന് അർപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ കർത്താവേ, ഹന്യയാഗം നീ ഇച്ഛിക്കുന്നില്ല. എന്നെ തന്നെയാണ് നിനക്ക് വേണ്ടത്. ഹന്യയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഏതാണ് ദൈവത്തിന് പ്രസാദകരമായ വഴിപാട്? ദൈവത്തിന് പ്രസാദകരമായ ഹനനയാഗം ഏതാണ്? യഹോവയ്ക്ക് പ്രസാദകരമായ ഹനനയാഗം, ദൈവത്തിന് പ്രസാദകരമായ പാനീയയാഗം, ദൈവത്തിന് പ്രസാദകരമായ ദഹനയാഗം, ദൈവത്തിന് പ്രസാദകരമായ യാഗം ഏതാണ്? തകർന്നു നുറുങ്ങിയതുമായൊരു ഹൃദയം. എ ബ്രോക്കൺ ഹാർട്ട്, എ പെനിറ്റന്റ് ഹാർട്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു അനുതാപമുള്ള ഹൃദയം, ഒരു തകർന്ന ഹൃദയം, ഒരു നുറുങ്ങിയ ഹൃദയം, ബ്രോക്കൺ സ്പിരിറ്റ്, കോൺട്രൈറ്റ് ഹാർട്ട്, തകർന്ന ഹൃദയം, നുറുങ്ങിയ മനസാക്ഷി. പ്രിയപ്പെട്ടവരെ, അതൊരു ഭാഗ്യമാണ്. കണ്ണീര് തോരാതിരുന്നാൽ നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കണ്ണീര് വറ്റല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീര് വരും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ കണ്ണീര് വരും. ദൈവത്തെ വാഴ്ത്തിപ്പാടി ആരാധിക്കുമ്പോൾ ആരാധനയുടെ ആ സന്തോഷ നിമിഷങ്ങളിൽ സമാധാനത്തിൻ്റെ കണ്ണീര് ഒഴുകും. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ എത്ര നിസ്സാരനെന്നോർത്ത് നാം അനുദവിച്ചു പോകും. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് നാം നമ്മെ തന്നെ കാണാൻ തുടങ്ങുമ്പോൾ, അയ്യോ, ഈ മഹാഭാവിയായ എന്നെ നീ സ്നേഹിക്കാൻ ഞാൻ എന്തുള്ളൂ എന്ന് നാം എളിമയോടെ ചിന്തിച്ചു പോകും. അപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങ് ഒഴുകാൻ തുടങ്ങും. പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, നിൻ്റെ കൃപയുടെ കരം എൻ്റെ തലയിൽ നിന്ന് മാറല്ലേ. കർത്താവേ, നിൻ്റെ ആ കരസ്പർശം എന്നിൽ നിന്ന് വിട്ടുപോകല്ലേ. കർത്താവേ, എൻ്റെ കണ്ണീര് വറ്റിപ്പോകല്ലേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ തകർന്ന ഹൃദയം നഷ്ടപ്പെടല്ലേ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചിലർക്കെങ്കിലും തകർന്ന ഹൃദയമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചിലർക്കെങ്കിലും ഒരു നുറുങ്ങിയ മനസ്സുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചില ചെറുപ്പക്കാർ ദൈവത്തിൻ്റെ വചനം കേട്ട് തകർന്നവരായതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചില സഹോദരിമാർ കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ മുന്നിൽ അരിഷ്ടതയോടെ തകർന്ന് കരയുവാൻ ഉള്ള ഹൃദയം ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, തകർന്ന ഹൃദയം ലഭിക്കുന്നത് ഭാഗ്യമാണ്. ഒരു നുറുങ്ങിയ മനസ്സ് ലഭിക്കുന്നത് ഭാഗ്യമാണ്. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവേ, എനിക്കൊരു കാര്യം ഇപ്പോൾ മനസ്സിലായി. ഞാൻ രാജാവല്ലേ? ഈ രാജാവായ ഞാൻ മൂലം യെരൂശലേം തകർന്നുപോയി. കർത്താവേ, യെരൂശലേം നഗരം തകർന്നുപോയി. യെരൂശലേം രാജനഗരം തകർന്നുപോയി. യെരൂശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞുപോയി. ഞാനാണ് ഉത്തരവാദി. രാജാവായ ഞാൻ പാപം ചെയ്തതുകൊണ്ട് ദൈവമേ, യെരൂശലേം നഗരം തകർന്നു പോയിരിക്കുന്നു. ഞാനാണ് കാരണക്കാരൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദാവീദ് കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞു, യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മൂലം തകർന്നുപോയ യെരൂശലേമിൻ്റെ മതിലുകളെ ദൈവമേ നീ പണിയണമേ. ദൈവ പൈതലേ, നീ മൂലം നിന്റെ കുടുംബം തകർന്നു കിടക്കുകയാണ്. നിന്റെ മക്കൾ ഇന്ന് ഇതാ വഴിതെറ്റിപ്പോവുകയാണ്. നീ ഒരാൾ മൂലം, മകനെ, പ്രിയമകളെ, നീ ഒരാൾ മൂലം
നിന്റെ കുടുംബത്തിന്റെ ഐശ്വര്യം കെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ ശാപങ്ങൾ ഒന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനുമേലൊന്നായി ആപത്തുകൾ ഇതാ പരമ്പരിതമായി വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അനേകരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവൈതലേ, കഷ്ടങ്ങളും നഷ്ടങ്ങളും ആപത്തുകളും കേടുകളും കെടുതികളും ദുരിതങ്ങളും യാതനകളും വേദനകളും നിന്റെ കുടുംബത്തിന്മേൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണക്കാരൻ നീ ഒരുവനാണ്. നീ ദൈവത്തെ നിഷേധിച്ചതും ദൈവ വഴിവിട്ട് പിന്മാറിയതും ദൈവത്തെ ധിക്കരിച്ച് പൈശാചികന്റെ കൂടെ ജീവിച്ചതും സാത്താൻ ഇടം കൊടുത്തുകൊണ്ട് പാപത്തിലേക്ക് വഴുതി വീണതുമെല്ലാം ഇതാ നിന്റെ കുടുംബത്തിന്മേൽ നാശം വരുന്നതിന്, നിന്റെ മക്കൾക്കും ഭാവി തലമുറയ്ക്കും കേടുവരുന്നതിന് കാരണമായി തീർന്നിരിക്കുകയാണ്. നിന്റെ മക്കളെ നീ സ്നേഹിക്കുന്നെങ്കിൽ അതിവേഗം പാപത്തോട് യാത്ര പറഞ്ഞുകൊള്ളുക. നിന്റെ ഭാവി തലമുറയെ അനുഗ്രഹീതമായ ഒരു തലമുറയായി വാർത്തെടുക്കണമെങ്കിൽ അതിവേഗം പാപത്തോട് യാത്ര പറഞ്ഞ് യേശുക്രിസ്തുവിനെ നിന്റെ നാഥനും നിന്റെ രക്ഷിതാവുമായി നീ സ്വീകരിച്ചു കൊള്ളുക. ദൈവവൈതലേ, ഇപ്പോൾ തന്നെ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ ഏറ്റുവാങ്ങിക്കൊള്ളുക. ദൈവവൈതലേ, ദാവീദ് കണ്ടുപിടിച്ചു, ഞാൻ മൂലം യെരൂശലേം തകർന്നുപോയി, ഞാൻ മൂലം യെരൂശലേം മുടിഞ്ഞുപോയി. യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവെ, അങ്ങനെ നിനക്ക് പ്രവർത്തിക്കാൻ ഇടം കിട്ടിക്കഴിയുമ്പോൾ അപ്പോൾ ഞാൻ കഴിക്കുന്ന യാഗങ്ങൾ എല്ലാം നിനക്ക് പ്രസാദമാകും. എൻ്റെ പാപം ക്ഷമിച്ച് കഴിയുമ്പോൾ, എൻ്റെ പാപം മോഹിച്ച് കഴിയുമ്പോൾ അപ്പോഴാണ് നിനക്ക് പ്രസാദം വരുന്നത്. ഞാൻ പാപത്തെ ഓർത്ത് അനുദപിച്ച് എൻ്റെ പാപം മാറ്റാൻ നിനക്ക് കഴിയുമ്പോൾ അപ്പോൾ നിനക്ക് സന്തോഷമാകും. അതാണ് ദാവീദ് പറഞ്ഞത്, യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ, നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ, അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കൈ ശുദ്ധമായി കഴിയുമ്പോൾ, രക്തക്കറ മാറിക്കഴിയുമ്പോൾ, ഹൃദയം ശുദ്ധമായി കഴിയുമ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥന ഫലവത്താകും. അല്ലെങ്കിലോ മേലുള്ള ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ നിൻ സിംഹാസനം അണയുകയില്ല. ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കും, മേലാം ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ നിൻ സിംഹാസനം അണയണം. ഈ പ്രാർത്ഥന മിശിഹാ തമ്പുരാനെ നാം പ്രാർത്ഥിക്കും. മിശിഹ, മേലാം ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ നിൻ സിംഹാസനം അണയണം. ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കും. പക്ഷേ പ്രാർത്ഥന അങ്ങോട്ട് പൊങ്ങുകയില്ല. എന്തുകൊണ്ട്? പാപം നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നു. ദൈവം പ്രസാദിക്കണമെങ്കിൽ, ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകണം, ജീവിതം നിർമ്മലമാകണം, യെരൂശലേമിൻ്റെ മതിൽ പണിയാനിടയാകണം. നമ്മുടെ ജീവിതം തകർന്നുപോയ ജീവിതത്തെ പുതുക്കി പണിയാനിടയാകണം. തകർന്നുപോയ ഈ പാത്രം പുതുക്കി മെനഞ്ഞ് ഒരു പുതിയ പാത്രമായി അതിനകത്ത് വീഞ്ഞു പകരാൻ ഇടയാകണം. ഈ പാത്രം അത് അഴുക്ക് പകരാനുള്ള പാത്രമല്ല, ഇത് മദ്യം പകരാനുള്ള പാത്രമല്ല, ഇത് കോപം പകരാനുള്ള പാത്രമല്ല, ഇത് വൈരാഗ്യം പകരാനുള്ള പാത്രമല്ല. എൻ്റെ ജീവിതം, എൻ്റെ ഹൃദയം, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം അത് കോപിക്കാനുള്ളതല്ല, അത് വഴക്കടിക്കാനുള്ളതല്ല, അത് വൈരാഗ്യപ്പെടാനുള്ളതല്ല, അത് മത്സരിക്കാനുള്ളതല്ല, അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതല്ല, അത് പകയും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. ഈ പാത്രം ഒരു പുതിയ പാത്രമായി തീർന്നിട്ട് യേശുക്രിസ്തു ഇതിനെ വീഞ്ഞുകൊണ്ട് നിറയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പച്ചവെള്ളം വീഞ്ഞാക്കിയവൻ, പ്രിയപ്പെട്ടവരെ, വീഞ്ഞുകൊണ്ട് ഈ പാത്രത്തിൽ നിറയ്ക്കും. പുതിയ പാത്രം മെനഞ്ഞിട്ട് വീഞ്ഞതിലോട്ട് ഒഴിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ എല്ലാം ആ ആശയപ്രകർഷത്തിലേക്ക് കടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, പ്രിയപ്പെട്ടവരെ. കാരണം അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഈ ശരീരം മുഴുവനും കർത്താവിൻ്റെ ആത്മാവ് കൊണ്ട് നിറയുക. ഈ ശരീരത്തിൻ്റെ കോശം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുക. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരത്തിൻ്റെ ഓരോ സെല്ലിലും പരിശുദ്ധാത്മാവും നിറയുക. ഓരോ അണുവിലും പരിശുദ്ധാത്മാവും നിറയുക. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൻ്റെ ഓരോ കോണിലും ഓരോ മുക്കിലും മൂലയിലും പരിശുദ്ധാത്മാവും നിറയുക. നമ്മുടെ രക്തധമനികളിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൽ ഇതാ പരിശുദ്ധാത്മാവും നിറയുക. ആ തീ രക്തത്തിൽ കൂടി ഒഴുകുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇതൊന്നും ഭാവനയല്ല പ്രിയരെ, ഇതൊന്നും തോന്നലല്ല. സ്വർഗത്തിൻ്റെ തീയ് ഈ തലയിൽ ഇടിച്ചിറങ്ങി വന്നിട്ട് തലച്ചോറിൽ ആസകലം വ്യാപിച്ചിട്ട് നെർവസ് സിസ്റ്റം മുഴുവൻ ബാധിച്ചിട്ട്, എൻ്റെ ദൈവത്തിന് സ്തോത്രം, എന്നിട്ട് അത് ഏതിനെല്ലാം കടന്നു എന്ന് പ്രിയപ്പെട്ടവരെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്ക് കടന്നിട്ട് അത് നമ്മുടെ ഹാർട്ടിൽ, ഹൃദയത്തിൽ പ്രവേശിച്ചിട്ട് ഹൃദയത്തിൽ നിന്ന് രക്തധമനികളിലൂടെ തീയായി ഒഴുകി ശരീരവാസകലം തീയായി മാറുന്നൊരനുഭവം, ഹൃദയം മുഴുവൻ തീയായി മാറുന്നൊരനുഭവം, ഹൃദയം മുഴുവൻ പരിശുദ്ധാത്മ പ്രചോദിതവും പരിശുദ്ധാത്മ പ്രകാശിതവുമാകുന്ന അത്യന്തം മഹത്തായ അനുഭവം. അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ കർത്താവേ, ഇതൊന്നും വാക്കുകൾ മാത്രമായി തങ്ങി നിൽക്കല്ലേ, ഇതെല്ലാം അനുഭവങ്ങളായി മാറ്റിത്തരണമേ. ഇതെല്ലാം ഞങ്ങളുടെ അനുഭവങ്ങളാക്കി തരണമേ കർത്താവേ. വാക്കുകളിലും പ്രസംഗത്തിൻ്റെ ശബ്ദത്തിലും മാത്രം ഇതൊന്നും നിൽക്കില്ല കർത്താവേ. അനുഭവത്തിൻ്റെ പ്രസക്തിയിലേക്ക് മുന്നേറാൻ അടിയങ്ങൾക്ക് ഭാഗ്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആത്മാവിന്
പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാപക്കറകൾ കഴുകിട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പാപത്തിന്റെ ബന്ധനം കഴിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാപത്തിന്റെ സകലവിധമായ കറകളും മാറിയിട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഉള്ളു നിറയുവാൻ നിങ്ങൾ കൊതിയുണ്ടോ? എല്ലാം മാഞ്ഞു എന്ന്, എല്ലാം കഴുകിയെന്ന്, എല്ലാ ബന്ധനവും അഴിഞ്ഞുവെന്ന് യേശു തമ്പുരാൻ സാക്ഷിക്കുന്നത്, പരിശുദ്ധാത്മാവ് സാക്ഷിക്കുന്നത്, ജീവനുള്ള പിതാവ് സാക്ഷിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയരെ? എന്തൊരു പദവിയാണത്, എന്തൊരു ഭാഗ്യമാണത്! പാപം മാറുക, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പിൽക്കാലത്ത് ദാവീദ് പറഞ്ഞു. പാപം ക്ഷമിച്ചു കിട്ടിയപ്പോൾ ദാവീദ് അങ്ങനെയാണ് പറഞ്ഞത്. ദാവീദ് അനുതപിച്ച് കരഞ്ഞു. ദൈവം ദാവീദിന്റെ പാപം ക്ഷമിച്ചു കൊടുത്തു. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? പാപം ക്ഷമിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം മാറ്റിമറിച്ച് ഒരു പുതിയ ജീവിതം തരുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? മനോഭാവം മാറ്റുന്ന ക്രിസ്തുവിനെ, ആദർശങ്ങൾ മാറ്റുന്ന ക്രിസ്തുവിനെ, ആശയഗതികൾ മാറ്റുന്ന ക്രിസ്തുവിനെ, ചിന്താഗതികൾ മാറ്റുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടാൻ താല്പര്യമുണ്ടോ? എങ്കിൽ ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്, നിങ്ങളുടെ സമീപത്ത് കൂടെ നടക്കുന്നുണ്ട്. അവനെ നിങ്ങൾ കാണുക, അവൻ്റെ നേരെ നിങ്ങളൊന്ന് നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക. കൂട്ടായ്മയെ നോക്കിയിട്ട് കാര്യമില്ല, ദൈവമക്കളെ നോക്കിയിട്ട് കാര്യമില്ല, വചനം പറയുന്നവരെ നോക്കിയിട്ടും കാര്യമില്ല, ദൈവത്തിന്റെ മക്കളെ നോക്കിയിട്ടും കാര്യമില്ല, പരിശുദ്ധന്മാരെ നോക്കിയിട്ടും കാര്യമില്ല, പ്രവാചകന്മാരെ നോക്കിയിട്ടും കാര്യമില്ല, നിബിയന്മാരെയും സ്ത്രീകന്മാരെയും നോക്കിയിട്ട് കാര്യമില്ല. നോക്കാൻ യോഗ്യനായ ഒരുവരുണ്ട്. അത് ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക, അവനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക, ഹൃദയം സമർപ്പിക്കുക, യേശുവിനായി ജീവിതം വേർതിരിക്കുക, പുതിയ ജീവിതം തുടങ്ങുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, കാരുണ്യവാനെ, ഈ മനോഹരമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, പാപബന്ധനങ്ങൾ അഴിക്കണമേ, പൈശാചിക ബാധകൾ മാറ്റണമേ, ഭൂതാത്മാക്കളെ വിധ്വംസിച്ച് അകറ്റണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, കുടുംബശാന്തി നൽകണമേ, കുടുംബ സമാധാനം പ്രദാനം ചെയ്യണമേ. എല്ലാവരെയും ഇപ്പോൾ കർത്താവെ അവിടുന്ന് സന്ദർശിക്കണമേ. കടത്തിൽ ഉലയുന്നവരുണ്ടല്ലോ കർത്താവേ, പൈസയ്ക്ക് ഞെരുങ്ങുന്നവരുണ്ടല്ലോ കർത്താവേ, മുന്നോട്ടുള്ള ഗതി മുട്ടിപ്പോയവരുണ്ടല്ലോ കർത്താവേ. പിതാവേ, ഏവരെയും അവിടുത്തെ സ്നേഹത്തിന്റെ കരം തൊടണമേ, ആ സ്നേഹത്തിന്റെ കരം സ്പർശിക്കണമേ, സ്നേഹത്തിന്റെ കരം ശിരസിൽ വെക്കണമേ, ആശ്വസിപ്പിക്കണമേ, സമാധാനം നൽകണമേ, നീക്കുപോക്ക് നൽകണമേ, പോക്കുവഴി നൽകണമേ, രോഗസൗഖ്യം നൽകണമേ, സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യണമേ. മഹത്വം രാജാധിരാജൻ മാത്രം എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.